പൂന്തറ എന്ന് പറഞ്ഞ പേര് ഇപ്പോൾ ഉണ്ടായത് തന്നെ ഈ നാട് പൂക്കളാൽ സമൃദ്ധമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇവിടുത്തെ പൂക്കളായിരുന്നു ഇഷ്ടപ്പെടുന്നത്. സുഗന്ധം നിറഞ്ഞ പൂക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇവിടെ നിന്നായിരുന്നു പൂക്കൾ പൊക്കിക്കൊണ്ടിരുന്നത് രാജാക്കന്മാർക്കും രാജ്ഞിമാർക്കും മറ്റ് സ്ഥലങ്ങളിലെല്ലാം, കൊട്ടാരത്തിലേക്ക്. എല്ലാവരും പറയുന്നത് എന്തുകൊണ്ട് പൂന്തറ എന്നുള്ള പേരുണ്ടായി എന്ന് ചോദ്യമുണ്ടായിരുന്നു. പൂവും തിരയും കൂടെ ചേർന്നപ്പോഴാണ് പൂന്തിര പിന്നെ പൂന്തറയായി. അങ്ങനെ പൂന്തറ എന്നുള്ള പേരുണ്ടായി. ചേട്ടൻ നേരത്തെ ചോദിച്ച പോലെ എന്തുമാത്രം പൂക്കൾ ഉണ്ടായിരുന്നു ഇവിടെ എന്നുള്ളതാണ്. അപ്പോൾ എന്തുമാത്രം പൂക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ എന്തുമാത്രം പൂക്കൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, പലതരത്തിൽ പൂക്കൾ. ദേവാലയത്തിന്റെ ഒരു പഴക്കവും അതിന്റെ ഒക്കെ ഇപ്പം 105 വർഷമായി പള്ളിയുടെ ജൂബിലി ആഘോഷിച്ചിരുന്നു. അത് ക്രിസ്റ്റാസ് പിതാവും നമ്മുടെ സൂസഭാഗ്യം പിതാവും വന്ന് രണ്ടുപേരും ഉണ്ടായിരുന്നു. രണ്ടുപേരും വന്നാണ് ആഘോഷമായിട്ട് തന്നെ ജൂബിലി ആഘോഷിച്ചത്. നിങ്ങളുടെ ഫംഗ്ഷനൊക്കെ നിങ്ങളുടെ ആലയം ഉയർത്തി ദേവാലയം ഉയർത്തി അൾത്താര ഞങ്ങളൊരുക്കി യെരൂശലേമിൻ രാജകുമാര എഴുന്നള്ളേണമേ, യെരൂശലേമിൻ രാജകുമാര എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ. നല്ല പാട്ടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ അന്ന് എൻട്രൻസിന് പള്ളി. നമ്മുടെ ഗ്രൂപ്പ് ഏകദേശം 30 വർഷമാണല്ലേ. 30 വർഷമാണോ? 93 അന്ന് നമ്മളുടെ സംസാര മധ്യം അങ്ങനെ വന്നപ്പോൾ 93 ശരിക്കും നമ്മളിവിടെ ഓർക്കസ്ട്രയായിട്ട് റാണാചേട്ടൻ്റെ കീഴിൽ വന്നിട്ടുണ്ട്. തദ്ദേശ് പിന്നെ രംഗത്ത് വരുന്നത്. തദ്ദേശ് രംഗത്ത് വരുമ്പോൾ എത്ര വർഷം, ഏത് വർഷത്തിലായിരിക്കും അത്? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരിക്കും തദ്ദേശ്? അന്ന് കൂടുതൽ പാടിക്കൊണ്ട് ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോ തുണയായി വന്നവനേശു, ദുഃഖത്തിൻ ചുഴികൾ മുങ്ങി മുങ്ങി താണപ്പോ തീരം ചേർത്തവനേശു. അതിലാണ് ആ പാട്ടിലാണ് തേഴ്സ് ക്ലിക്കായത്. അല്ല, നമ്മൾ പേരുടെ പാടി മിക്ക പള്ളികളിലും പാടി. പിന്നെ ആവശ്യം നല്ല പ്രോഗ്രാം മറ്റു പള്ളികൾ പാടാമോ? പിന്നെ അപ്പോഴും നിബന്ധനമൊന്നുമില്ല. എല്ലാ പള്ളികൾക്കും എല്ലാ ഗായകർക്കും പാടാൻ വേണ്ടി ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്തൊക്കെ. എല്ലാ ഇൻസ്ട്രുമെൻസും വായിക്കുക, അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് തദ്ദേശിൻ്റെ ഒരു നല്ല കാലഘട്ടത്തിൽ പാടിയ പാട്ടുകളൊക്കെ ഇന്ന് യഥാർത്ഥത്തിൽ പാടാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, ഇന്ന് പാടുന്നതിൻ്റെ ആ ഉരുതും അന്ന് പാടിയതിൻ്റെ ഉരുതും നോക്കുമ്പോൾ ഒരു വ്യത്യാസമാണ്. നമ്മൾ ലൈവായിട്ടിരുന്ന് വായിക്കുന്ന ഒരു ഇതും ഇന്ന് വായിക്കുന്ന പാടുന്നവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ വ്യത്യാസം. ആ ഒരു ഇത് ഒരിക്കലും കിട്ടത്തില്ല. പക്ഷെ ഇന്ന് പാടാൻ പറ്റാത്തതാണോ, പാടാൻ പറ്റാത്ത സാഹചര്യമാണോ? ചേട്ടന് മറ്റേ ഓസ്ട്രേലിയ പോയപ്പോൾ അവിടെ കണ്ട കൊയർ എങ്ങനെയാണ്? അവിടെ കണ്ട കൊയർ എന്ന് പറയുമ്പോൾ ഒരു ഗിറ്റാർ വെച്ചിട്ട് ഒരു 25 പാട്ടുകാർ, അവരാണ് അവിടുത്തെ കൊയർ. സൺഡേ മാസിന് ഞാൻ പോകുന്ന വഴിക്ക്, ചർച്ചിൽ പോകുന്ന വഴിക്ക് സ്ട്രീറ്റിൽ ഒരു കീബോർഡ് കിടക്കുന്നു, ഒരു കുഞ്ഞു കീബോർഡ്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ ബ്രദറോട് പറഞ്ഞു, അതേ ഒരു കീബോർഡ് കിടക്കുന്ന. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതുപോലെ പലതും ഇവിടെ കിടക്കും, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. എന്നാലും ഒരു കീബോർഡ് ആയതുകൊണ്ട് എനിക്കൊരു പ്രത്യേക താല്പര്യം. അത് വെറുതെ അങ്ങനെ കിടക്കുകയില്ല. ഒരു ബഹുമാനം. അപ്പോൾ എന്ത് ചേട്ടാ അത് എടുത്ത് മാറ്റി വെക്കണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാറ്റി വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അതെടുത്ത്
അവർ മാറ്റിവെച്ച്. ചർച്ചിൽ പോയി മാസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് അത് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ വച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കൊന്നും അറിയില്ല, അത് എൻ്റെ ABCD ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കി. അന്നും ഇന്നും ആ സരിഗമപദനീസ, അതിൽ കൂടുതലൊന്നും നമുക്കറിയില്ല. പിന്നെ 2 ദിവസം ഒന്ന് ആ സരിഗമപദനീസ തന്നെ വായിച്ചു നോക്കി, ഒരു പിടിയില്ല. ഞാൻ എന്ത് ചെയ്ത് അതിനെ അവിടെ മാറ്റിവെച്ച് പിന്നെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത് നിന്ന സമയത്താണ് എനിക്കൊരു സർജറി വരുന്നത്. അതായത് കിഡ്നി സ്റ്റോൺ അവിടെ വെച്ച് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ദിവസം രാത്രി 2 മണിയായപ്പോൾ നല്ല പെയിനായപ്പോൾ എൻ്റെ കസിൻ ബ്രദർ വന്ന് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ മെയിൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമുക്കിപ്പോൾ അവർ പറഞ്ഞു ഇത് സർജറി വേണമെന്ന് പറഞ്ഞു. ശരി നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സൈനിട്ട് കൊടുത്തു. സർജറി കഴിഞ്ഞ് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ബോറടി. അങ്ങനെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ആ കീബോർഡ് വീണ്ടും എടുക്കുന്നു. ചുമ്മാ വെറുതെ വീട്ടിലിരിക്കല് അങ്ങനെ എടുത്ത് വായിക്കാം. വായിച്ച പാട്ടാണ് ഇത്. വരുന്നു ഞാൻ പിതാവേ നിൻ തിരുവുള്ളം നിറവേറ്റാൻ, തരുന്നു ഞാൻ പിതാവേ നിൻ കരുണയെഴും കരതാരിൽ. ഈ പാട്ട് അതായത് സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം കൂടെയാണ്. ഒന്ന് നോക്കണേ. അപ്പോൾ ആ പാട്ടെന്ന് പറയുമ്പോൾ മുമ്പ് എനിക്ക് പറഞ്ഞു തന്ന ഒരു ഓർമ്മയുണ്ടായിരുന്നു. സാരി ഗ മ പ, ഇതിൽ ഒരു പാട്ടുണ്ട്, ഇത്രയില്ല. അപ്പോൾ എനിക്ക് ശ്രുതി അറിയാം, പാറ്റേൺ അതെങ്ങനെ താളം ഇടണമെന്നും അറിയാം, ഏത് ടൈമിംഗ് ആണെന്നും അറിയാം. ഇതെല്ലാം നമ്മൾ മാനുവലായിട്ട് നിങ്ങളൊക്കെ വായിച്ചതിൻ്റെ ആ ഒരു സെൻസ്, ആ ഒരു ഗുണമാണ് അവിടെ എനിക്ക് കിട്ടിയത്. എനിക്ക് ആ ഒരു അറിവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അതിനുള്ള ആ ടെമ്പോയിട്ട് ഈ പറ്റുന്ന ഇതിൽ വായിച്ചിട്ടാണ് ഈ പാട്ട് തുടക്കം ഞാൻ പാടുന്നത്. പക്ഷേ ഈ ഒരു പാട്ട് വരുന്നു ഞാൻ പിതാവേ നിൻ തിരുവുള്ളം നിറവേറ്റാൻ, ഇതാണ് എന്നെ വല്ലാതെ എന്തോ ഫീലാക്കിയത്. ആ ഒരു സംഭവം, അതായത് ദേവാലയത്തിൽ കീബോർഡ് വായിക്കാനുള്ള ഒരു അവസരം, അത് പ്ലേ ചെയ്യാനുള്ള അവസരം, വായിക്കാനുള്ള അവസരം ദൈവം തന്നു. അപ്പോൾ അതിനെ ഓർത്ത് നമുക്ക് ഒരു പാട്ട് പാടാം. ഇസ്രായേലിൻ്റെ നായകനായ ദൈവത്തിന് നമുക്ക് പാടാം. ശരി, പാടാം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യദൈവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. അവ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അവ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യദൈവമാർഗമാണു ദൈവം. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കായി മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ
എന്നെന്നും നിറവേറിടേണമേ. അവാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. നമ്മൾ ഈ ഇതിലോട്ടൊക്കെ വന്നെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വലിയവേളിയിൽ ആദ്യമൊക്കെ ഇങ്ങനെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ അന്നത്തെ ഒരു പ്രസിദ്ധ ഗ്രൂപ്പാണ് വോയിസ് ഓഫ് യൂത്ത്. ഈ വോയിസ് ഓഫ് യൂത്തുകാരും പിന്നെ OVR സാറ് ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലെ ഈ കൊയറിനൊക്കെ. വേളി പെരുന്നാളെന്ന് പറയുന്നത് പ്രസിദ്ധമായ തിരുനാൾ. അതിനൊക്കെ OVR സാറാണ് ആദ്യം വരുന്നത്. ആദ്യം തുടങ്ങിയ പാട്ട് അന്ന് പാടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ് മുരളിച്ചേട്ടൻ, എറണാകുളം മുരളി, അദ്ദേഹം പാട്ടൊക്കെ ട്യൂൺ ചെയ്തു. അപ്പോൾ അന്ന് മുരളിച്ചേട്ടൻ പാടി നിന്നെ വണങ്ങാൻ നിന്നെ സ്തുതിക്കാൻ, അത് നിന്നെ വണങ്ങാൻ നിന്നെ സ്തുതിക്കാൻ, എൻ്റെ ആ വരികൾ എനിക്ക് ഓർമ്മയില്ല. ഒരു കോറസാണ് അതിൽ വരുന്നത്. കനകദീപങ്ങൾ തെളിയുന്നു, ഇതാണ് പാട്ടിൻ്റെ. കനകദീപങ്ങൾ തെളിയുന്നു, കർപ്പൂര നാളങ്ങൾ ഉയരുന്നു, ആലലാലല എഴുന്നള്ളുവാ പാതനാകുന്നു ഞങ്ങൾ, പാതയൊരുക്കുന്നു ഞങ്ങൾ. ഈ പാട്ടാണ് ആദ്യമായിട്ട് മുരളിച്ചേട്ടൻ നമുക്ക് വേണ്ടി ട്യൂൺ ചെയ്ത് ഞങ്ങൾ അവതരിപ്പിക്കും. അവിടെ നിന്നാണ് പിന്നെ നമ്മുടെയൊക്കെ ഓരോ ഇതുണ്ടാകുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് പിന്നെ ഈ ഭാഗത്തേക്ക് കോയറിനൊക്കെ വരാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ പേരെന്താണെന്നുള്ള നമ്മുടെ ഇവിടുത്തെ ബോസ്കോ അച്ഛൻ സംഗീത രൂപത്തിൽ തന്നെ മാസൊക്കെ നടത്തുന്ന ഒരു നല്ല പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞനെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ മാസിലൊക്കെ പങ്കെടുത്ത് കുറേ പ്രൊഫഷണലായിട്ട് മാറി. അങ്ങനെയാണ് ഒരു തബലയുടെ ജീവിതമൊക്കെ തുടങ്ങുന്നത്. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ. പൊന്നു കുഞ്ഞേ ദൈവസ്നേഹം മറന്നിടല്ലേ, ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ഇതൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ച പാട്ടാണ്. കാരണം നമ്മുടെ മോൻ്റെ കാര്യത്തിലൊക്കെ അസ്വസ്ഥതകളും ഇതൊക്കെ ആയിട്ട് വന്നപ്പോൾ നമ്മളിത്രയും ഒരു സ്വാർത്ഥനാണല്ലോ, മാനുഷികമായിട്ട് നമ്മൾ സ്വാർത്ഥനാണ്. നമ്മൾ വിചാരിക്കുന്ന ഇത്രയും കൊയറിന് വായിക്കാനുള്ള ഭാഗ്യം കിട്ടി, അവസരം കിട്ടി എന്നൊക്കെ പറയുമ്പോഴും ചില അവസ്ഥകളെയൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാൻ വലിയ പ്രശ്നം. മോൻ്റെ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ 8 മാസത്തിൽ തുടങ്ങിയ അസ്വസ്ഥതകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ദൈവം നമ്മളെ ഇത്രയും പരീക്ഷിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മുടെ ആ വിശ്വാസമൊക്കെ കുറേയൊക്കെ മാറിയ സമയത്താണ് പിന്നെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോഴൊക്കെ ഞാൻ ആ പാട്ടുകളൊക്കെ വളരെ ശക്തമായിട്ട് നമ്മുടെ എന്താ പറയുന്നത് അതിജീവനത്തിന് വേണ്ടി പാടുമായിരുന്നു. നല്ല നല്ല പാട്ടായിട്ട് നമുക്കത് അങ്ങനെ ഉള്ള വരികൾ ശരിക്കും പറഞ്ഞാൽ എന്ത് സാഹചര്യത്തിലാണ് ആ വരികൾ അദ്ദേഹം എഴുതിയെന്നറിയില്ല. പക്ഷെ നമ്മുടെ സാഹചര്യത്തിന് അത് ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തുന്ന, നമുക്ക് വിശ്വാസവും എൻ്റെ നിത്യ ജീവിതത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ചില അവസ്ഥകളുണ്ടാക്കി. പിന്നെ പിൽക്കാലത്ത് എൻ്റെ മോനൊക്കെ മെൻ്റലി റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് ഞാൻ എത്ര തബല സൂക്ഷിച്ചു വെച്ചാലും ഞാൻ തബല പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു വളർന്നപ്പോൾ അവനും അതുപോലെ ചെയ്യണമെന്ന്, അവൻ ചെയ്യുന്ന എന്താണെന്ന് തിരിച്ചറിവില്ല. പിന്നെ അങ്ങനെ എൻ്റെ തബലയൊക്കെ പൊട്ടിച്ച് കളഞ്ഞു ദിവസം. അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു എന്നിലൊരു കലയുണ്ടാക്കി തന്ന ദൈവം, എന്നെ ഏതെങ്കിലും തരത്തിൽ കഴിവ് സൃഷ്ടിച്ചു തന്ന ദൈവം
എന്നെ കുറേയൊക്കെ ഈ അവസരം തന്ന പലയിടത്തുമൊക്കെ നമ്മളെ ഇങ്ങനെ വായിക്കാനൊക്കെ തന്ന ദൈവം പിൽക്കാലത്ത് അതൊക്കെ എൻ്റെ മോൻ ഒരു തിരിച്ചറിവില്ലാതെ ടൂൾസായിട്ട് ഉപയോഗിക്കുന്ന ചുറ്റിയലും സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് വെച്ചു പൊട്ടിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ജീവിതം പാളിപ്പോയി. ഞാൻ നിശബ്ദനായിട്ടിരുന്ന് ഇത് കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുന്നുള്ളൂ. അവനെപ്പോഴാർത്ത് ചിരിക്കുകയാണ്, അവനറിയില്ല, അവനത് മനസ്സിലാക്കുന്നില്ല. അയ്യോ എൻ്റെ അമ്മ എല്ലാ തബലയും CDE എന്നൊക്കെ പറയുന്ന 3-4 തബല ഉണ്ടായിരുന്നൊക്കെ എടുത്ത് വെച്ച് പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൽ അവൻ ഭയങ്കരമായിട്ട് അവനെല്ലാം പൊട്ടിച്ച് കളഞ്ഞു. ഡഗ്ഗയൊക്കെ പൊട്ടിക്കുന്ന സൗണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു ഒച്ച ആ തബലയിൽ നിന്ന് കേട്ട്. അങ്ങനെയൊക്കെ മാറിപ്പോയി. ജീവിതം വഴിമാറ്റി വിട്ടപ്പോഴും എവിടെയോ ദൈവം നമ്മളെ കരപിടി നിർത്തുന്ന ഒരിതുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓർക്കുന്ന പാട്ട് മറ്റേ ബിജു നാരായണൻ പാടിയൊരു പാട്ടുണ്ട്. എന്താണ്, നമ്മൾ അഹങ്കരിച്ചിരുന്നു അപ്പോഴെൻ്റെ കഴിവിൻ്റെ ഇതെന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ട് പാടും. അതിലൊക്കെ എനിക്ക് ഒരുപാട് മാനസികമായിട്ട് ഞാൻ വളരെയധികം വേദനിക്കുന്ന സമയത്ത് ഈ ഗാനങ്ങളാണ് അന്ന് നമ്മളെ പിടിച്ചേർത്തുന്നത്. യേശുവേ നീ എനിക്കായെന്ന് പറഞ്ഞ ആ പാട്ട്. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേക അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു നീ സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്കു നന്ദിയേക എന്തു ചെയ്യും ഞാൻ മനസുഖമെങ്ങു പോയി എനിക്കില്ല ശാന്തി തെല്ലും സുഖം നുകരാ കരളിനു ദാഹമെന്നും അടച്ചൊരു കോട്ട പോലായി ഇരുട്ടിൻ്റെ കാരമെന്നും എറിയവർ വന്നിടുമ്പോ തിരക്കിൻ്റെ ഭാവമെന്നും ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേക അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു നീ. ഓർമ്മയില്ല അതിന് ഏത് ആൽബം എന്നറിയില്ല, പക്ഷേ എനിക്ക് ഒരുപാട് എന്നെ ആശ്വസിപ്പിക്കുന്നതും എൻ്റെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകത അതിനകത്തുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിച്ച പാട്ടാണ്. പിന്നെ അതൊരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ഇങ്ങനെയുള്ള പാട്ടുകൾ വഴി പൊട്ടിയ തവലകളൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന സമയത്തൊക്കെ പിന്നെ അതിനെ ഒന്നുകൂടെ നമ്മളെ വിട്ടില്ല. നമ്മുടെ കല നമ്മുടെ ഇന്ന് ദൈവം കളയുന്നില്ല. അങ്ങനെ പിന്നെ അത് റെഡിയാക്കി പിന്നെയും ഞാൻ തദ്ദേശിനെ അറിയിക്കുകയാണ്. തദ്ദേശെ ഞാൻ ഇങ്ങനെയൊക്കെ ഇതൊക്കെ റെഡിയാക്കിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെയും നമ്മൾ ആ ദൈവം തദ്ദേശ വഴി അല്ലെങ്കിൽ തദ്ദേശ നിമിത്തമാകുക നമ്മളെ കൊയറിൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ. ഈ തദ്ദേശം തന്നെയാണോ? ഈ തദ്ദേശ് ഈ ഇരിക്കുന്ന മഹാൻ തന്നെയാണ് അതിനൊരു വലിയൊരു സ്ട്രോങ് പിന്തുണ തരുന്നത്. നമ്മൾ എത്രയോ ആർട്ടിസ്റ്റുകളുടെ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് മനസ്സ് തുറന്ന് പറയാൻ തോന്നണമെങ്കിൽ ഒരാളുടെ അടുത്ത് പറയാനേ പറ്റുള്ളൂ. എല്ലാവരോടും നമ്മുടെ മനസ്സ് തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് തദ്ദേശം എന്ന് പറഞ്ഞു. ഓക്കെ നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത സീസണായപ്പോൾ നമ്മളായതിലായിട്ട് വന്നു അല്ലേ ജോസഫണ്ണ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ടീം സ്പിരിറ്റോടുകൂടി നമുക്കിപ്പോഴും അത് പറ്റുന്നുണ്ട്. അങ്ങനെ പറയുന്നത് എന്ത് പറയുന്നു ജോസഫണ്ണ? അതല്ലേ ശരി? തീർച്ചയായിട്ടും അതെ. ഞാൻ ഗിറ്റാർ പ്ലേ ചെയ്യുന്നത്. പിന്നെ ഞാൻ വന്നിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്നത് ആദ്യമായിട്ട് എനിക്ക് ഗിറ്റാറെന്ന് വെച്ചാൽ എൻ്റെ രക്തത്തിൽ അരിഞ്ഞ ഒരു സാധനം പോലാണ്. എൻ്റെ ജന്മന തൊട്ട് ചെറിയ ഈ നമ്മുടെ ഈ മടലില്ലേ അതിൽ ഞാൻ വന്നിട്ട് നമ്മുടെ ഈ പഴയ ടിന്നർ പൗഡർ ടിന്നർ അതിൽ ഞാൻ വന്നിട്ട് അന്ന് കമ്പിയല്ല കങ്കൂസ് കെട്ടി വെച്ചിട്ട് ഞാൻ അതിങ്ങനെ ഈ ചെറുതായിട്ടൊന്നിങ്ങനെ പ്ലേ ചെയ്ത് അതങ്ങനെ ഈ ഗിറ്റാറിൻ്റെ ഒരു അങ്ങനെ അതെനിക്ക് ആ ടോണും ഗിറ്റാറിൻ്റെ സ്റ്റൈലും ഇഷ്ടപ്പെട്ട് മനസ്സിലായി. അങ്ങനെ ഞാൻ അതങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടി കുറച്ചൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുമായിരുന്നു. പാട്ട് നിർത്തി ഞാൻ ഗിറ്റാറിലോട്ട് വന്ന് പിന്നെ ഗിറ്റാറിലെന്ന് പറഞ്ഞാൽ പിന്നെ പാട്ട് കണ്ടിന്യൂ ചെയ്തില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത്
സ്വർഗസ്നാ പിതാവേ എന്നുള്ള ഗാനമായിരുന്നു യേശുദാസ് സാർ പാടിയ പാട്ട്. സ്വർഗസ്ഥനാം പിതാവേ നിന്നാമം പൂജിതമാകണമേ നിന്റെ സാമ്രാജ്യം വരേണമേ ഭൂമിയിൽ നിൻ തിരുമനസ്സരുളേണമേ സ്വർഗസ്ഥനാം പിതാവേ നിന്നാമം പൂജിതമാകണമേ നിന്റെ സാമ്രാജ്യം വരേണമേ ഭൂമിയിൽ നിൻ തിരുമനസ്സരുളേണമേ സ്വർഗസ്ഥനാം പിതാവേ അന്നു വേണ്ട അപ്പം തന്നു ഞങ്ങളെ എന്നും കാക്കേണമേ അന്നു വേണ്ട അപ്പം തന്നു നീ ഞങ്ങളെ എന്നും കാക്കേണമേ ഞങ്ങൾ പൊറുക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും പൊറുക്കേണമേ ഞങ്ങൾ പൊറുക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും പൊറുക്കേണമേ നീ ഞങ്ങളോടും പൊറുക്കേണമേ. അങ്ങനെ റേഡിയോ സ്റ്റേഷനിൽ കുറച്ച് പാട്ട് പാടുകയും പിന്നെ അതിനുശേഷം ഞാൻ പുറത്തോട്ട് ദുബായിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യും. അവിടെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്ത് അവിടെ തന്നെ പ്രോഗ്രാമൊക്കെ തിരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും തിരിച്ച് കുറച്ച് വർഷങ്ങൾ നാട്ടിൽ വന്നു. ഇപ്പോൾ പെയിൻറ്റിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, ആർട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, പാടുന്നു, ഗിറ്റാർ പ്ലേ ചെയ്യുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പിന്നെ എനിക്ക് മാതാവിൽ കൂടുതൽ വിശ്വാസമുള്ളത് എൻ്റെ പാട്ട് മാതാവിന് പാടുകയാണ്. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ കാറ്റു വിതച്ചു കോടും കാറ്റു കൊയ്യുന്ന മേച്ചിൽ പൂറങ്ങളിലൂടെ കാറ്റു വിതച്ചു കോടും കാറ്റു കൊയ്യുന്ന മേച്ചിൽ പൂറങ്ങളിലൂടെ അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നമ്മുടെ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം 105 വർഷം പഴക്കമുള്ള പള്ളിയാണിത്. ഈ പള്ളി എന്ന് പറയുന്നത് 105 വർഷത്തെ പഴക്കമുള്ള പള്ളിയാണ്. പക്ഷേ ഈ പള്ളി ഇനിയും 5 വർഷം കഴിഞ്ഞാൽ 110 വർഷത്തെ പഴക്കം ഉള്ള പള്ളി 5 വർഷം കഴിഞ്ഞാൽ ഇനി പള്ളി നിലനിൽക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഈ തീരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഹാർബർ വരുന്നു, എല്ലാം ഞെരുക്കത്തിലാണ്. ഇത് നിലനിർത്താൻ എന്താ വഴിയെന്ന് ഞങ്ങൾക്ക് അറിയേണ്ട അവസ്ഥയാണ്. കാരണം ഈ നാടാണ് ഞങ്ങളുടെ നാട്. ഈ നാട് വിട്ടാൽ ഞങ്ങൾക്ക് വേറെ നാടുമില്ല, ഒന്നുമില്ല. കാരണം ഇത് തന്നെയാണ് നമ്മൾ ജനിച്ചിപ്പോൾ 43 വർഷമാകുന്നു. 43 വർഷം കൊണ്ട് എൻ്റെ ഈ നാടെന്ന് പറഞ്ഞാൽ ഇതൊരു സ്വർഗം പോലെയാണ്. കാരണം ഈ ജംഗ്ഷൻ്റെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കെല്ലാം എത്ര ഫ്രീഡമായിട്ടാണെങ്കിൽ നടക്കാം. ഏത് രാത്രി വേണമെങ്കിൽ നടക്കാം. അപ്പം നിങ്ങൾ കണ്ടതല്ലേ, ഇവിടെ എല്ലാം പല രീതിയിൽ കണ്ടതാണ്. ഏത് സമയത്തും ആർക്കും എങ്ങനെ വേണമെങ്കിൽ നടക്കാവുന്ന ഒരു നാടാണ്. സ്വർഗമാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ എത്ര ദൂരം കിടന്ന കടതാണെന്നറിയോ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കൊടിമരത്തിലൊരു കഥയുണ്ട്. ഈ കൊടിമരം എന്ന് പറഞ്ഞാൽ ഇത്ര പൊക്കമുള്ള മരം എന്ന് പറയുന്നത് ഒറ്റത്തടിയാണ്. ഈ കടലിൽ നിന്ന് ഒഴുകി വന്ന സാധനമാണ്. അപ്പുറത്ത് വീട്ടുകാരാണ്, ഈ 2-3 വീടുകൾ ചേർന്ന ആൾക്കാരാണ്. ഇന്ന് അവർ ജീവിച്ചിരിപ്പില്ലായിരുന്നു. അന്ന് ആ പ്രായമുള്ളവരെ 10-60-70 വയസ്സുള്ളവരാണ് വലിച്ച് കയറ്റി ഈ മരം ഇവിടെ പൊക്കി വയ്ക്കും. പള്ളി വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പള്ളിയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഈ മരം കയറി വരുമ്പോൾ അതിനുശേഷം മരം വയ്ക്കുകയും പിന്നെ കുരിശ്
പണിയെല്ലാം ചെയ്ത് കൊടിമരം നല്ലൊരു കൊടിമരമാണ്. ഈ കൊടിമരങ്ങളൊക്കെ ഇനി നാളെ ഉണ്ടാകുമോ? ഇപ്പം നിങ്ങളെല്ലാം കണ്ടിരിക്കുന്നു, ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 15 മീറ്റർ, കൂടിയപ്പോൾ 15 മീറ്റർ, 20 മീറ്റർ, ഇത്രയേ ഉള്ളൂ ദൂരം. നാളെ ഒരു 5 വർഷം കഴിഞ്ഞാൽ പള്ളി ഉണ്ടാവില്ല. ഞങ്ങൾക്കറിയാം ഈ വീടുകൾ ഉണ്ടാവില്ല, ഈ ചരിത്രങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഗ്രാമം ഉണ്ടാകുന്ന കാര്യം സംശയമാണ്. അതായത് കാരണം പൂന്തറ എന്ന് പറഞ്ഞ ഗ്രാമം നാളെ ചിലപ്പോൾ ബുക്കിനകത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു ബുക്കിനകത്ത് കാണുന്ന ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കും. പക്ഷെ ഞങ്ങളോട് ആകെ ഉള്ള ഒരാളെന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. വേറെ ആരെയും ഞങ്ങൾ സമീപില്ല. യേശുക്രിസ്തുവും മാതാവും അവസരപിതാവും ഇവരൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. നമുക്ക് അതിനെ ഓർത്തൊരു നമ്മുടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു പാട്ടൂടെ പാടാം. നാട് നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്. തീർച്ചയായിട്ടും അതെ അതെ. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും. 1000 നാവുകളാലും 10,000 നാവുകളാലും 1000 നാവുകളാലും 10,000 നാവുകളാലും ആരുണ്യ സ്നേഹമവർണ്യമതാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ആ ഒരു പാട്ടം പാടി നമുക്കിവിടെ പിരിയല്ലേ? ശരി, ഓക്കെ. വളരെ സന്തോഷം.